സ്പിരിച്വൽ അവേക്കനിങ്ങിനെ കുറിച്ചുള്ള 2-3 വീഡിയോകൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പൊതുവിൽ എന്നോട് ആളുകൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. സ്പിരിച്വൽ അവേക്കനിങ് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച്, അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാമോ എന്ന്. ഇന്നത്തെ ഈ വീഡിയോയിൽ സ്പിരിച്വൽ അവേക്കനിങ് റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളെ നമുക്ക് പരിചയപ്പെടാം. ഞാൻ സിമി റോബിൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് മെന്റർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. ആ വ്യക്തിയായിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്നത് അല്ലേ? എങ്കിൽ ആ വ്യക്തി ഞാൻ തന്നെയാണ്. എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ കടന്നുപോയ ലൈഫ് സ്റ്റേജസും അതിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെതായിട്ടുള്ള റിയൽ മീനിങ്ങും പർപ്പസും ഒക്കെ ലൈഫിൽ കണ്ടെത്തിയത് എന്നുള്ളത് സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ സ്റ്റേജസിലൂടെ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സ്റ്റേജ് 1, ദ കോൾ ടു സ്റ്റെബിലിറ്റി. എല്ലാ ആളുകളെയും പോലെ ലൈഫിൽ സെറ്റിൽഡ് ആവണം, നല്ല ഒരു ജോലി വേണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു എന്നെയും നയിച്ചത്. അങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള വിദ്യാഭ്യാസമൊക്കെ, പ്രൊഫഷണൽ കോഴ്സ് പഠനം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ജോലി എന്നുള്ള ഒരു സ്വപ്നം ഏതൊരു വ്യക്തിയെ പോലെ എനിക്കും ഉണ്ടായി. അതിനുവേണ്ടിയുള്ള കഠിനമായ പരിശ്രമവും PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അങ്ങനെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടി. ആ ഒരു മൊമെന്റില് നമ്മൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. ആ ഒരു ജോലിയിൽ നമ്മൾ പ്രവേശിച്ചു. വളരെ സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. കാരണം നമുക്ക് തന്നെ ഒരു ഉള്ളില് ഒരു പ്രൗഡ്, ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ് എന്ന്. മറ്റുള്ളവർ നമ്മുടെ ജോലി എന്താണ് എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി നമ്മുടെ ഡെസിഗ്നേഷൻ പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എനിക്കും അത് ഒരുപാട് ആത്മാഭിമാനവും അല്ലെങ്കിൽ സന്തോഷവും തരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ എൻ്റെ ജോലിയിൽ ഞാൻ സന്തോഷത്തോടെ പോവുകയാണ്. ആ ഒരു മൊമെന്റില് ഞാനെന്ന് പറയുന്ന വ്യക്തി ഈ ഒരു പ്രൊഫഷന്റെ ആ ഒരു ഡെസിഗ്നേഷനിലായിരുന്നു ലേബൽ ചെയ്തിരുന്നത്. പൊതുവിൽ അങ്ങനെയാണല്ലോ, നമുക്ക് നല്ലൊരു ജോലി ഉണ്ടായെങ്കിൽ ഇന്ന വ്യക്തി എന്നുള്ള ഒരു പേര് വരുമ്പോൾ ഇന്ന സ്ഥലത്ത് ജോലിയുള്ള ഇന്ന വ്യക്തി എന്നുള്ള ഒരു ലേബലില് ലൈഫ് മുമ്പോട്ട് പോവുകയായിരുന്നു. സ്റ്റേജ് 2, ഇന്നർ റെസിസ്റ്റൻസ് ബിഗിൻസ്. ഈ ഒരു സമയത്ത് ഞാൻ ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ച ഏകദേശം 4 വർഷത്തോളമായി. വലിയ കുഴപ്പമില്ലാതെ ജോലിയിൽ ഇങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. എന്നാൽ പതിയെ എനിക്ക് ഒരുപാട് സ്ട്രെസ് വരാൻ തുടങ്ങി. ജോലിയിൽ വർക്ക് ലോഡ് വളരെയധികം കൂടുതൽ, ശരിയായ ഉറക്കം കിട്ടുന്നില്ല, വല്ലാത്ത ആങ്സൈറ്റി, ഫറ്റീഗ്, ബോഡിയിലാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഹോർമോണൽ ഇംബാലൻസ്, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാണാനായിട്ട് തുടങ്ങി. എങ്കിലും ഇതൊക്കെ നമ്മൾ പൊതുവിൽ ആളുകൾ പറയുന്ന പോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് എന്നുള്ള രീതിയിൽ ഞാൻ അതിനെ അങ്ങനെ തന്നെ കണ്ട് ജോലിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയായിരുന്നു ആ ഒരു ടൈമിൽ. സ്റ്റേജ് 3, ഹെൽത്ത് ക്രൈസിസ് ആസ് എ വേക്കപ്പ് കോൾ. അങ്ങനെ ജോലിയുടെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പെട്ടെന്ന് IVDP എന്ന് പറയുന്ന ഡിസ്ക് പ്രൊലാപ്സ് എന്നുള്ള പ്രശ്നം ഓൾറെഡി എനിക്ക് ഉണ്ടായിരുന്നതായിരുന്നു. പക്ഷെ എൻ്റെ ആ ഒരു ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ന് പറയുന്നത് ഒരുപാട് സമയം നിൽക്കേണ്ടതും അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ജോബായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഡിസ്ക് പ്രൊലാപ്സിന്റെ പ്രശ്നങ്ങൾ വളരെയധികം കൂടുതലായി. അധിക സമയം നിൽക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് സമയം നിന്ന് കഴിയുമ്പോൾ കാലെല്ലാം ഷിവർ ചെയ്യുന്നു, ബലക്കുറവ്, വീണു പോകും എന്നുള്ള ഒരു സിറ്റുവേഷൻ വരികയാണ്. ജോലിയിൽ തുടരണമോ വേണ്ടയോ, അല്ലെങ്കിൽ ഈ ജോലി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുമ്പോട്ട് അധികം നാൾ ഈ ജോലി തുടരാൻ സാധിക്കില്ല, കിടപ്പായി പോകും എന്നൊക്കെയുള്ള ഒരു സാഹചര്യം മനസ്സിൽ ആകെ കൂടി. ഒരുപാട് വിഷമങ്ങളും അല്ലെങ്കിൽ ഉള്ളിലൊരു കൊടുങ്കാറ്റടിക്കുന്ന പോലത്തെ ഫീലിംഗ്. കാരണം നമുക്കൊക്കെ അറിയാം, നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി, അതൊരു ഗവൺമെന്റ് ജോലി നേടിയെടുക്കുക എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച് അതിന് നമ്മൾ തുടർന്നു പോകുന്ന ഒരു ടൈമില് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ, ആ ജോലി നമുക്ക് തുടരാൻ സാധിക്കില്ല, ജോലി വിട്ടേ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതേ അവസ്ഥയിലൂടെ കടന്നുപോയി. ഒരുപാട് മാനസികമായ ബുദ്ധിമുട്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വയം ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വന്നു? ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു വന്ന ആളാണ്. അതുപോലെ തന്നെ ഈ ഒരു ജോലി കിട്ടാനും ഒരുപാട് കഠിനമായിട്ട് പരിശ്രമിച്ചു. കിട്ടിയ ജോലി ആത്മാർത്ഥതയോടെ തന്നെയാണ് ഞാൻ ചെയ്തത് ഇത്രയും നാളും. പിന്നെ എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നു, ഈ ഒരു ജോലി കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കാതെ വരുന്നു എന്നുള്ള വളരെയധികം ഒരു ബുദ്ധിമുട്ട് ആ ഒരു ടൈമിൽ എന്നെ അലട്ടുകയായിരുന്നു ചെയ്തത്. സ്റ്റേജ് 4, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ. ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് തരണം ചെയ്തു പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. മാനസിക വിഷമം അങ്ങേയറ്റം, മറ്റുള്ളവരുടെ ചോദ്യങ്ങള്, ബുദ്ധിമുട്ടുകള്, ജോലിക്ക് ഇനി പോകുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ. പെട്ടെന്ന് ഒരു ഗവൺമെന്റ് ജോലിയാണ്, അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് കളയണ്ട എന്നുള്ള ഒരു തീരുമാനം കൊണ്ട് ലോങ് ലീവിന് അപ്ലൈ ചെയ്തു. അതിൽ കണ്ടിന്യൂ ചെയ്യുകയാണ്. പക്ഷെ സ്റ്റിൽ പ്രോബ്ലംസ് ഇങ്ങനെ ഉള്ളിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുമെന്ന് അറിയില്ല. ട്രീറ്റ്മെന്റുകളൊക്കെ സൈഡുകളിൽ എടുക്കുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് തന്നെ അറിയാം നമ്മുടെ ബോഡി അതിനുള്ള ഒരു ഫിറ്റ്നസ്സിലല്ല എന്നുള്ളത്. ആകെ ഒരു
ദുർബലതയായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, ആകെ കൂടി ഒരു തരത്തിലും മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. അപ്പോഴൊക്കെ മനസ്സിൽ ഈ ജോലിയിൽ ഇനി തുടരാൻ സാധിച്ചില്ല, ഇനി എന്ത്, എന്റെ ജീവിതത്തിൽ ഞാൻ ഇനി എന്ത് ഐഡന്റിറ്റിയിൽ അറിയപ്പെടും, അല്ലെങ്കിൽ അത്രയും നാള് പൊതുവിൽ ആളുകളോട് ഇടപെട്ട് നല്ല ഒരു പദവിയിൽ ഇരുന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒന്നുമില്ലാതെ ആയി പോകുമ്പോൾ എങ്ങനെ ഞാനിത് മാനേജ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള പലതരത്തിലുള്ള തോട്ടുകൾ വന്നിട്ട് ആകെ കൂടി മാനസികമായി തകർന്നു പോയ ഒരു അവസ്ഥയിലൂടെയാണ് ആ ഒരു ടൈമിൽ എനിക്കിപ്പോ ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ളത്. സ്റ്റേജ് 5, സെൽഫ് എൻക്വയറി ആൻഡ് ഡിസ്കവർ ദ ട്രൂ ഏരിയ ഓഫ് അവർ വിഷ്. ഈ ഒരു സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് എന്റെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ലോങ് ലീവിന്റെ ആ ഒരു പീരീഡ് ഒക്കെ കഴിഞ്ഞു. ഇനി റെസിഗ്നേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. കാരണം അധികം സമയം നിൽക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ചികിത്സയുടെ ഫലമായിട്ട് കിട്ടുന്നില്ല. കൂടുതൽ സമയം നിൽക്കാൻ സാധിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യങ്ങൾ വീട്ടിൽ നമുക്ക് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് ബെൽറ്റ് അല്ലെങ്കിൽ കോർസെറ്റ് യൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ ആ സമയത്ത് കടന്നു പോകുന്നത്. അങ്ങനെ ആ ഒരു ധീരമാണ് എന്ന് തോന്നിയാലും ഉള്ളിൽ ഒരുപാട് വേദനയോടെ ജോലി റിസൈൻ ചെയ്യാനായിട്ട് തീരുമാനിച്ച് അതിനുള്ള നടപടികളിലേക്ക് കടന്നു. റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അപ്പോഴൊക്കെയും ഉള്ളില് ഈ കുറെ നാളായിട്ടുള്ള ചോദ്യം ഇതാണ്, ഇതില്ലെങ്കിൽ ഇനി ഞാൻ എന്താണ്? കാരണം പഠിച്ചത് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അതേ കോഴ്സിൽ തന്നെ ഗവൺമെന്റിൽ ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നതും വലിയൊരു ഭാഗ്യമായിട്ടാണ് പൊതുവിൽ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോങ് ലീവിലായ ഒരു കാലഘട്ടം തന്നെ എല്ലാവരും ചോദിച്ചു, എന്തുകൊണ്ട് പോകുന്നില്ല, ആരോഗ്യ പ്രശ്നമാണ്, അതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യാത്തത് എന്നൊക്കെ പറയുമ്പോഴും ആളുകൾ ഒരു ഗവൺമെന്റ് ജോലി കളയുക ഇന്നത്തെ കാലത്ത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് എന്ന് നമുക്കറിയാലോ. പബ്ലിക് എങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പൊ ഇവരുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും നമുക്ക് ഉള്ളിൽ വല്ലാത്ത ഒരു തീവ്രമായിട്ടുള്ള ഒരു വേദന ഉണ്ട്. എന്നിരുന്നാലും തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് അതിനുള്ള നടപടികൾ എടുത്തേ പറ്റൂ. പക്ഷെ അത് കഴിഞ്ഞിട്ടും വളരെയധികം മാനസികമായിട്ടുള്ള സംഘർഷം. കാരണം ഒരുപാട് ആളുകളുമായിട്ട് ഇടപെട്ട് നല്ലൊരു പൊസിഷനിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഉൾവലിഞ്ഞ് വീട്ടിലേക്ക് മാത്രമായി പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്കത് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ഒരു ഓവർകം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു സമയത്ത് കുറെ വേദനകളും ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരുപാട് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, എന്താണ് ഇനി അടുത്തതെന്ന് ചിന്തിക്കണം. അങ്ങനെ ഞാൻ എന്നെ കുറിച്ച് ചിന്തിച്ചു, എന്തായിരുന്നു എൻ്റെ ഒരു റിയൽ പർപ്പസ്, അല്ലെ എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇനി കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. എൻ്റെ പാഷനും എൻ്റെ പുതിയ പ്രൊഫഷനും അല്ലെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന പ്രൊഫഷനും തമ്മിൽ മാച്ച് ആയെങ്കിൽ മാത്രമേ ഇനി എനിക്ക് സന്തോഷത്തോടെ മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളത് ബോധ്യപ്പെട്ട കുറച്ച് നാളുകളായിരുന്നു അത്. അങ്ങനെ എന്ത് ചെയ്യും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യം, പൊതുവില് അധികം ആളുകളോടൊന്നും സംസാരിക്കുന്ന ഒരാളല്ല എങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരുപാട് വിഷമങ്ങളും വേദനകളും ഒക്കെ ഉള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ച് എന്നോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ എന്നോട് പറയും, എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടി, അല്ലെങ്കിൽ മറ്റു പലയിടത്തും കൗൺസിലിങ്ങിന് പോയിട്ടും അവരാരും പറഞ്ഞു തരുന്ന ആ ഒരു അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആംഗിളിൽ നിന്നേക്കാൾ ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഞാൻ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷമഘട്ടത്തെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ ധൈര്യം പകർന്നു കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം പൊതുവില് എന്നോട് സംസാരിക്കുന്ന ആളുകൾ പറഞ്ഞത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. അത് കൂടുതൽ ശക്തമായത് ഒരുപാട് വിഷമോ ഘട്ടത്തിലും വേദനയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി, എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. വളരെയധികം തീവ്രമായ ഒരു ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയ ആ വ്യക്തി എന്നെ വിളിച്ച് സംസാരിച്ചെല്ലാം കഴിഞ്ഞ് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു, കരഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ ഒരു കാര്യം അതെന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഒരുപാട് പേരോട് എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞു എങ്കിലും എന്നോട് സംസാരിച്ചപ്പോൾ അവരുടെ മനസ്സിൽ കിട്ടിയ ആശ്വാസവും ആ ഒരു ധൈര്യവും അവർക്ക് മറ്റെവിടെ നിന്നും കിട്ടിയില്ല എന്ന്. അത് കേട്ടപ്പോൾ നമ്മൾ പറയില്ല, നമ്മുടെ മനസ്സിലൊരു സ്പാർക്ക്, യെസ് ഇതാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു വലിയ കാര്യം ഇതാണ് എന്ന് എനിക്ക് മനസ്സിലായി. മാത്രവുമല്ല, ഈ ഒരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് എൻ്റെ ഹെൽത്ത് ഇതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോകാനും പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. കാരണം ഒരുപാട് വർക്ക് ലോഡോ അല്ല ഒരുപാട് സമയം നിൽക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. അപ്പൊ എൻ്റെ ആരോഗ്യം ഇപ്പോഴുള്ളതിനുമായിട്ടും മാച്ച് ചെയ്തുകൊണ്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്, പ്ലസ് എൻ്റെ പാഷനുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക്, നമ്മൾ പറയില്ല, നമ്മുടെ ഉൾവിളി പോലെ നമുക്ക് തോന്നിയ മറ്റൊരു കാര്യം കൂടി ഇതുമായിട്ട് കണക്ട് ചെയ്തത്. അതായത് ആ ഒരു ആള് എന്നോട് അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, ഞാൻ എൻ്റെ പ്രൊഫഷണൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആ ലാസ്റ്റ് ഡേയിൽ ഞങ്ങളുടെ സാറ് ഞങ്ങളോട് ചോദിച്ചു,
നിങ്ങളിൽ ആരൊക്കെയാണ് ഇനി ഹയർ എഡ്യൂക്കേഷന് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് നിന്ന് യെസ് അതിന്റെ ഹയർ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞത് ഞാനായിരുന്നു. അപ്പൊ എന്തിലാണ് മാസ്റ്റേഴ്സ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പറഞ്ഞത് സൈക്കോളജിയിലായിരുന്നു എന്നാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നു സൈക്കോളജി. പക്ഷേ പിന്നീട് നമ്മുടെ ആ പ്രൊഫഷനുമായിട്ട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ജോബിലേക്ക് ഞാൻ ഗവൺമെന്റ് ജോബിലേക്ക് മാറിയെങ്കിലും എൻ്റെ ഉള്ളിൽ മനുഷ്യന്റെ മനസ്സും മനഃശാസ്ത്രവും മനുഷ്യരുടെ പ്രശ്നങ്ങൾ എങ്ങനെ ഏറ്റവും നന്നായി പരിഹരിക്കാം എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. അത് വളരെ ചെറുപ്പം മുതലേ അങ്ങനെയുള്ള കാര്യത്തിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ എനിക്ക് തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഒക്കെ ആ ഒരു ടൈമിൽ സാധിച്ചു എന്നുള്ളതാണ്. സ്റ്റേജ് 6 കറേജിയസ് അലൈൻമെന്റ്. അങ്ങനെ ഞാൻ വളരെ ധീരമായ ഒരു തീരുമാനമെടുത്തു. സൈക്കോളജി കൂടുതൽ പഠിക്കുക, സൈക്കോളജിയിലെ മാസ്റ്റേഴ്സ് ചെയ്യുക, കൗൺസിലിംഗ് മേഖലകളും മനുഷ്യന്റെ പ്രശ്നങ്ങളെ കുറിച്ചുമൊക്കെ കൂടുതൽ റിസർച്ച് നടത്തുക എന്നൊക്കെയുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തു. ഞാൻ ആ തീരുമാനം എനിക്ക് അറിയാവുന്നവരോട് റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചത് നല്ലൊരു ജോലി കിട്ടിയിട്ട് അത് കളഞ്ഞേച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് പോകണോ അല്ലെങ്കിൽ ആ പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു സംശയമായിരുന്നു അവരുടെയൊക്കെ സംസാരത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ എങ്കിലും മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിനു വേണ്ട കാര്യങ്ങളിലെല്ലാം മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങി. പതിയെ പതിയെ നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ബോഡിയും വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ പതിയെ പതിയെ റിക്കവർ ചെയ്യുന്നു. കാരണം മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ലൈഫിന് ഒരു മീനിങ് കിട്ടുന്ന കാര്യത്തിലേക്ക് ഞാൻ ഇറങ്ങി എന്നുള്ള ഒരു തിരിച്ചറിവും ഒക്കെ വരുമ്പോൾ നമ്മളുടെ ബോഡിയുടെ റിക്കവറി പ്രോസസ്സും കുറച്ചുകൂടെ ഫാസ്റ്റ് ആകാനായിട്ട് തുടങ്ങി. അങ്ങനെ നല്ല ഒരു ആത്മവിശ്വാസവും സന്തോഷത്തോടെയും കൂടെ ഞാൻ ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് അല്ലെങ്കിൽ എൻ്റെ വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അതിൽ എനിക്ക് ഏറ്റവും അധികം എന്നെ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ ഞാൻ തീരുമാനിച്ച ആ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, കുട്ടികൾ കുഞ്ഞതാണ്, ഇതിന്റെ എല്ലാം ഇടയിൽ പഠിക്കണം, തിയറി ക്ലാസ്സുകൾ, പ്രാക്ടിക്കൽസ്, എക്സാംസ്, അസൈൻമെന്റ്സ്, ഇങ്ങനെ ഒരുപാട് വർക്ക് ലോഡാണ്. ആ ഒരു കോഴ്സ് ഞാൻ എടുത്ത് മുമ്പോട്ട് ഇനി കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴും ഈ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ എൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത്. പക്ഷെ ഈ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ എന്തിനാണോ വിളിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മുടെ ലൈഫിന്റെ പർപ്പസ് എന്താണോ അതിനു വേണ്ടി നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ ഈ യൂണിവേഴ്സ് മുഴുവൻ നമുക്ക് സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെയായിരുന്നു. കാരണം ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും എല്ലാം വളരെ അത്ഭുതകരമായും അല്ലെങ്കിൽ ദൈവാനുഗ്രഹപരമായിട്ടും എല്ലാ തരത്തിലും എനിക്ക് സപ്പോർട്ടോട് കൂടി നല്ല രീതിയിൽ തന്നെ ഈ ഒരുപാട് ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനും അതിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. സ്റ്റേജ് 7 ഫ്ലോ, സക്സസ് ആൻഡ് ഇന്നർ പീസ്. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ലൈഫിൽ ഒരുപാട് സന്തോഷങ്ങൾ വരാൻ തുടങ്ങും. നമ്മുടെ ആ ഒരു ടൈമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുത്തു, ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഏറ്റവും അധികം സന്തോഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും നമുക്ക് മീനിങ് ഫുൾ ആയിട്ടും ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം ജോലിയുടെ സ്ട്രെസ് ഇല്ല, ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പാഷനെ തന്നെ പ്രൊഫഷൻ ആക്കുമ്പോഴുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മളുടെ ലൈഫിന്റെ റിയൽ പർപ്പസ് ഇതാണെന്ന് നമ്മളുടെ ഉള്ളിലിരുന്ന് ആ ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു വോയിസ് നമ്മളോട് പറയും എന്നുള്ളതാണ്. അത് വലിയ മണിയോ അല്ലെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരുപാട് പ്രശസ്തി നേടുക എന്നുള്ള ഒരു ആംഗിളിൽ നിന്നല്ല, പകരം നമ്മൾ ഓരോ വ്യക്തികൾക്കും മനസ്സിന് സന്തോഷം തരുന്ന പല കാര്യങ്ങൾ തേടിയാണ് അൾട്ടിമേറ്റ്ലി നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അതാണ് അല്ലെ, എൻ്റെ മനസ്സിന് സന്തോഷവും ജീവിതത്തിന് അർത്ഥവും തരുന്ന കാര്യങ്ങളിലേക്ക് തിരിയണം എന്നുള്ളതാണ്. അങ്ങനെ എൻ്റെ ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിന്റെ ജേർണി ഇന്ന് ഈ നിമിഷം വരെയും ദൈവാനുഗ്രഹം കൊണ്ടും ഈ യൂണിവേഴ്സിന്റെ ഇടപെടൽ കൊണ്ടും ഒക്കെ പറയാനാണ് ഞാൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം എൻ്റെ എല്ലാ മേഖലകളിലെയും ഞാൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ അവിശ്വസനീയമായിട്ടായിരുന്നു ആ ഒരു പ്രൊഫഷനിലുള്ള ഒരാൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള മറ്റൊരു ഫീൽഡിലേക്ക് സ്വന്തം പ്രൊഫഷനിൽ നിന്ന് മാറി വരിക എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പൊതുവിൽ നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാകാം. ചിലപ്പോൾ അത് ജോബ് ലോസ് ആവാം, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ആവാം. അതൊക്കെ ഒരു പനിഷ്മെന്റ് ആണ് എന്ന് കരുതുന്ന ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടായെങ്കിൽ അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിന് ട്രൂ മീനിങ് തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു യാത്രയുടെ തുടക്കമാണ് അതെന്ന് കരുതാൻ നിങ്ങൾ പഠിക്കുമ്പോൾ
ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ജോലി തുടരാൻ സാധിക്കാതെയൊക്കെ വരുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അല്ലെങ്കിൽ നമുക്കറിയാവുന്നവരൊക്കെ ആണെങ്കിലും പൊതുവിൽ പറയുന്ന ഒരു കാര്യം ആ ആളുടെ സ്വഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പനിഷ്മെന്റ് ആയിട്ട് കിട്ടിയതാണ് എന്നൊക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ നമ്മളുടെ ഇന്നർ വോയിസിന് പ്രാധാന്യം കൊടുക്കുക, അതോടൊപ്പം തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള വിളി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ലൈഫിന്റെ ഓരോ നിമിഷവും നമുക്ക് മീനിങ് ഫുള്ളും പർപ്പസ്ഫുള്ളും അതോടൊപ്പം തന്നെ വളരെ സന്തോഷം തരുന്ന ഒന്നുമായിട്ട് മാറും.